എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് 83 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷെല്ലേൻ അതോ ഷില്ലാന് അങ്ങനെയാണ് സിഒ എന്നോട് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, യങ് ഏജ് തന്നെ 4th ടയർ ആർക്കമിസ്റ്റായല്ലോ എന്ന് തിരിച്ച്. ഇപ്പോൾ സ്ട്രോങ് റാങ്കിങ്ങിൻ്റെ ടോപ്പ് 50 പാൻഗേറ്റ് പകുതി മെമ്പേഴ്സ് ഉണ്ട്. പുജിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ന്യൂ മെമ്പേഴ്സ് ആദ്യം തിരക്കുന്നത് പാൻഗേറ്റാണ്. അത്രത്തോളം വളർന്നു സിഒൻ അവരുടെ എഫേർട്ടിൽ ഓരോന്ന് പറയുന്നു. അത് എത്ര നാൾ ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അധിക നാളില്ല, അടുത്ത ഹെവൻലി ഫ്ലെയിം അത് തേടി പോകണം. അത് കേട്ട് ഷില്ലാനും എന്തെന്ന് ആലോചിക്കണം. എൽഡർ ക്യൂവാനാണെങ്കിൽ അവനിൽ പോയിസൺ എഫക്ട് ചെയ്ത് അത് മനസ്സിലാക്കി. അത് ചോദിക്കുമ്പോൾ ഷിബിയാനിൽ നിന്നാണ് ഒരു ഡവ് വെനറേറ്റ് ആയവർക്ക് മാത്രമേ ഇത് മാറ്റാൻ കഴിയൂ. അതിന് എൽഡർ ക്യൂവാൻ അവരുടെ ഡീൻ ഒരു ഡവ് സുൻ അല്ലെങ്കിൽ ഡവ് വെനറേറ്റ് ആണ്. എന്നാൽ ഡീൻ ലോകം ചുറ്റാൻ പോയി ഇൻഫർമേഷൻസ് അവിടെ എത്തി വരുമ്പോൾ തന്നെ നീ ഡെഡ് ആയിട്ടുണ്ടാകും. പിന്നുള്ളത് അക്കാഡമി ഗാർഡിയൻസ് ആണ്. അവർ അത്ര എളുപ്പം വരില്ല എന്ന് പറയുമ്പോൾ സിഒയെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്, പുതിയ ഹെവൻലി ഫ്ലെയിം വേണം. ഒളിച്ചു കേൾക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇതുവഴി പാസ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഷിൻലാൻ വരുവാണ്. ഇവിടെ അറിയാമോ എന്ന് സിഒയൻ അതേ എന്ന് എൽഡർ ക്യൂവൻ ടെമ്പററി ആയിട്ട് ഇവിടെ പഠിക്കുകയാണ്. അവരുടെ ഗ്രാൻഡ് ഫാദർ കൊണ്ടാക്കിയതാണ്. അവളും പറയാനായിട്ട് തുടങ്ങി, ഒരു ഹെവൻലി ഫ്ലെയിം വേണമെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു ക്ലൂ എനിക്കറിയാം. എന്നാൽ എൻ്റെ ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. എൽഡർ ക്യൂവാൻ അവളോട് നിർത്താനായിട്ട് പറയുന്നു. കാരണം ഒരു റീസൺ കൊണ്ടാണ് അവളെ ഇവിടെ കൊണ്ടാക്കിയത്. എൻ്റെ ഫാമിലി സെൻട്രൽ പ്ലെയിനിലുള്ള ഒരു പിൽസ് ടവറിലെ ഒരു എൽഡർ സീറ്റിന് യോഗ്യതയുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്താൽ പറയാമെന്ന് പറയുന്നു. സിഒനപ്പോൾ പിൽസ് ടവർ അത് ഗ്രേറ്റസ്റ്റ് ആൽക്കമിസ്റ്റിന് മാത്രം ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവിടെ എൽഡർ സീറ്റ് പൊസിഷൻ അത് വളരെയധികം പാടാണ്. മെയിനായിട്ട് സിഒന് ഒരു 7th ടയർ ആൽക്കമിസ്റ്റ് ആയ അവിടെ ജോയിൻ ആയ ഉള്ള ഒരു ഹോപ്പ് അതുണ്ടാകും. അത് സ്ട്രോങ് റെക്കമെൻഡേഷൻ അതുകൂടി ഉണ്ടാകണം എന്ന് ഫാമ മുൻപ് പറഞ്ഞത് ഓർക്കണം. ആ പറഞ്ഞ ദന്ത അത് പിൽസ് ടവറാണ്, എങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവളും പറയാനായിട്ട് തുടങ്ങി. ആ ഫ്ലെയിമിന്റെ പേരാണ് 3000 ബേണിംഗ് ഫ്ലെയിം. അതൊരു ടോപ്പ് 9 പ്ലേസിൽ ഉള്ള ഹെവൻലി ഫ്ലെയിം. അതിനെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങി. അത് മെയിനായിട്ട് റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലെയിമാണ്. അതിന് മറ്റൊരു പേരുണ്ട് എറ്റേണൽ ലൈഫ്. അത് പിൽസ് ടവറിലാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ അവർ സ്ട്രോങ് ആയ രീതിയിൽ മാത്രമേ വെക്കൂ. അതിനുള്ളിൽ കയറുക എന്നത് എളുപ്പമല്ല, എടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഷില്ലാൻ പറയുന്നത് കഴിയും, ഔട്ട്സൈഡേഴ്സിന് ഒരു ചാൻസ് ഉണ്ട്. പിൽസ് ടവർ കോൺഫറൻസ് അതിൽ ജയിച്ചാൽ ടോപ്പ് 10 കയറിയ വലിയൊരു ഗിഫ്റ്റ് കിട്ടും. ആ ഫ്ലെയിം അതിന്റെ സോഴ്സ് അത് ഉപയോഗിക്കാൻ കഴിയും. എൽഡർ ക്യൂവാൻ അതെന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം അതിൽ കയറുക എന്നത് ആർക്കും തന്നെ അത്ര എളുപ്പത്തിൽ കഴിയുന്നൊന്നല്ല. യാവോലവ അതിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഫേമസ് ആയത്. സിഒന് അതൊരു പുതിയ അറിവാണ്. അവനൊരു ഹോപ്പ് കിട്ടി, എന്ത് തന്നെയായാലും അവൾ പെട്ടെന്ന് ടയർ 7 ആൽക്കമിസ്റ്റ് ആകും, അവളുടെ ഫാമിലി എൽഡർ പൊസിഷനിലേക്ക് എത്തിക്കും എന്ന് വാക്ക് കൊടുക്കുന്നു. അവളുടെ ഫാമിലി അതെന്താണെന്ന് നോക്കിയാൽ പിൽസ് ടവർ ഗ്രേറ്റസ്റ്റ് ഫാമിലിയിൽ ഒന്നാണ് അവളുടെ ഫാമിലി. മെയിനായിട്ട് ആൽക്കമിസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഇവളുടെ ഫാമിലി അതിലുണ്ടായിരുന്ന വലിയ ആൽക്കമിസ്റ്റ് എന്നാൽ പയ്യെ ഗ്രേറ്റായ ആൽക്കമിസ്റ്റൊക്കെ കുറഞ്ഞു വന്നു. ആ സമയം നോക്കി മറ്റൊരു ഫാമിലി വളർന്നു വന്നു, അതാണ് കാവോ ക്ലാൻ. എൻഡർ പൊസിഷൻ അങ്ങനെ ഇല്ലാതായി. ഇവളെ കൊണ്ടാക്കിയത് കാവോ ക്ലാൻ അല്ലെങ്കിൽ ചാവോ ക്ലാൻ എങ്ങനെയും പറയാം. അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ച് അതൊക്കെ പോയിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഗ്ലേസർ ടവറിൻ്റെ കാര്യം പറയുമ്പോൾ നാളെ ആകട്ടെ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് എൽഡർ ക്യൂവാൻ പറഞ്ഞിട്ടു. അത് കഴിഞ്ഞ് അവന് ഒരു കേവിൽ കിട്ടിയ ഡ്രാഗൻ്റെ ബോണ് അത് വിങ്സായിട്ട് ഉപയോഗിക്കാനായിട്ട് വന്ന് അവൻ ആ ഗ്രീൻ ഫ്ലെയിം അത് ഉപയോഗിച്ച് കത്തിക്കാനായിട്ട് തുടങ്ങി. സിയാൻ അവിടെ വന്നതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അതിലെന്തൊക്കെയാ മാറ്റങ്ങളൊന്ന് നോക്കുമ്പോൾ ഷാർപ്പായ ബോണ് അതിൽ നിന്ന് വരുവാണ്. ഇതെന്ത് ചെയ്യാനാണ് എന്ന് കരുതുമ്പോഴാണ് അവൻ്റെ ഹാൻഡ് ഗ്ലൗ അത് ഓർക്കുന്നത്. അത് നോക്കുമ്പോൾ അതിലേക്ക് ജോയിൻ ആകാൻ തുടങ്ങി. അത് മുൻപത്തെ പോലെയല്ല, അത് വളരെയധികം പവർഫുൾ ആയതും എന്താ പറയുക, കാണുമ്പോൾ തന്നെ ടെറിഫിക്കായ ഒരു രീതിയിലുള്ള ഗ്ലൗസ് ആയിട്ട് മാറുകയാണ്. അത് എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരാളെ തട്ടെടുത്തു. സിയാൻ തന്നെ അവൾ അത് ഇട്ട് നോക്കിയിട്ട് ഇനി മുതൽ ഇത് എൻ്റെയാണ്, നീ ഉറങ്ങിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് ഈ ഡ്രാഗൻ്റെ പ്രസൻസ് വന്നതുപോലെ ഇരിക്കുകയാണ്. അവളുമായിട്ട് എന്തോ റിലേറ്റഡ് ആണ് എന്ന് മനസ്സിൽ. അവൾക്ക് ഇത് വേണം, വെപ്പണായിട്ട് ഉപയോഗിക്കാനാണ് എന്ന് പറയുമ്പോൾ നീ എടുത്തോ, അതുകൊണ്ട് എനിക്കൊരാവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിയോന വിങ്സ് അത് കണ്ടിട്ട് പിന്നും ഫയർ വെച്ച് കത്തിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പിന്നും അതിൽ നിന്നുള്ള വ്യത്യാസം വന്ന് ആ മോൺസ്റ്റർ കോർ അത് പുറത്ത് വന്ന് അത് കണ്ട് അതിശയിച്ച് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ പോലെ ആകുകയാണ്. അവൻ ആ മോൺസ്റ്റർ കോറിൻ്റെ എന്തോ ഒരു പവർ അതിനുള്ളിലായതുപോലെ. അപ്പോൾ അത് സംസാരിക്കുന്നുടേ, ഞാൻ ഡെഡായാലും അത്ര പെട്ടെന്ന് ഒരു ഹ്യൂമനായിട്ട് ടൈമാകില്ല എന്ന് പറഞ്ഞ് ഗർജനം അല്ലെങ്കിൽ അലറലി അവനെ പിറകോട്ടാക്കുമ്പോൾ പെട്ടെന്ന് പിറകെ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു പവർ എടുക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ സിയോൻ ഗ്രീൻ ഫ്ലെയിം ഷീൽഡ് പോലെ വെച്ച് എതിർക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ബോഡിയിലെ ഡൗക്കി അതെല്ലാം പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നു. സിയോനത് മനസ്സിലായിട്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണോ അതിൻ്റെ അത്രയധികം ഡൗക്കി പോകുന്നത്, ഇനി ഇങ്ങനെ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് സോളോ ആയിട്ടുള്ള ഹാർട്ട് ഫ്ലെയിം അത് ഉപയോഗിച്ച് എതിർത്ത് ആ ബീസ്റ്റിനെ
അങ്ങനെ ഇല്ലാതായി. അത് ഡിസപ്പിയർ ആകാനായിട്ടും തുടങ്ങി. അപ്പോൾ പറയുന്നത്, നീ ഇപ്പോൾ ജയിച്ചു എന്ന് കരുതണ്ട, സ്കൈ ഫാൻറ്റം ഫോണിക്സ് ക്ലാൻ അത്ര പെട്ടെന്ന് നിന്നോട് ക്ഷമിക്കില്ല. അപ്പോൾ അതൊരു ഫോണിക്സ് ആയിരുന്നു, ഡ്രാഗൺ അല്ല. ഈ പറഞ്ഞ ഫോണിക്സ് ട്രൈബ് അതിന് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. സെൻട്രൽ പ്ലെയിനിൽ തന്നെ ഇരിക്കും, അവിടെയും കൂടെ അല്ലേ പോകാനുള്ളൂ. അങ്ങനെ അതില്ലാതായി. ആ ബീസ്റ്റിന്റെ സ്പിരിച്വൽ എനർജി അതവിടെ ഉണ്ടായിരുന്നു, അതെടുത്ത് അപ്പോൾ അത് ഡൗക്കിയായിട്ട് മാറി. അതവനെ ഫുള്ളായിട്ട് മാറ്റുകയാണ്. ആ മോൺസ്റ്റർ കോറ് കൊടുത്തു. എന്നിട്ട് ഫാളൻ ഹാർട്ട് ഫ്ലെയിം വെച്ച് കത്തിച്ച് അതിനുശേഷം ആ വിങ്സ് അത് പിന്നെ റിഫൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. അവസാനം അത് റിഫൈനും ചെയ്തു. കാത്തിരുന്ന അവസാനം അത് വന്നപ്പോൾ അതിൽ ബ്ലഡുമായിട്ട് ജോയിൻ ആക്കാൻ നോക്കുമ്പോൾ അത് മാറ്റങ്ങളുണ്ടായിട്ട് അവൻ്റെ ബോഡിയിലേക്ക് കയറിപ്പോയി. മാത്രമല്ല അവൻ്റെ പർപ്പിൾ വിങ്സ് അതുമായിട്ട് മെർജായി. അവരാദ്യം അത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരുവിധം മാറിയപ്പോൾ പർപ്പിൾ വിങ്സിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ 911 വിങ്സ് അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീഡായി എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി. ഇനി ഈ സ്പീഡിൽ സെൻട്രൽ പ്ലെയിനിൽ വലിയ സ്ട്രോങ് ആയി എനിമി എന്നാലും പെട്ടെന്ന് ഫ്ലൈ ചെയ്ത് എസ്കേപ്പ് ചെയ്യാൻ കഴിയും എന്നത് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ഹാൻ ഫെങ് ആ പറഞ്ഞ ഡീമൺ ക്വസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ഫെങ്യാനെ കൊന്നത് അതൊക്കെ പറയണം. അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഡീമൺ ക്വസ്റ്റ്. ഈ ഡീമൺ ക്വസ്റ്റിൻ്റെ ലെവൽ എന്നത് 5 or 6 ആണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഇന്നർ കോർട്ടിലെ ചാലഞ്ച് എന്തിനാണെന്നാ എനർജി ടോക്കൺ അതിനുവേണ്ടി ആകണം. ഷിയോയാൻ യുവിനോട് ഇവിടെ നിന്ന് നല്ലവണ്ണം ഇമ്പ്രൂവ് ആകുകയും ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഡേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു പവർ അങ്ങോട്ട് വരുന്നത്. ആ അതിശയത്തിൽ നിൽക്കുന്നു. ഇന്നർ കോർട്ടിൻ്റെ ബാരിയറിൻ്റെ അവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്നൊരു വോയിസ്, നിങ്ങളെന്താ എന്നെ വെൽക്കം ചെയ്യാതെ? അവരുടെ ഡീൻ മെങ്ടൈൻഷിങ് ഇങ്ങനെയാണ് പഠിപ്പിച്ച് എന്ന് പറയുമ്പോൾ ഷിയോയാനും മിഷിയാനും സിയാനൊക്കെ അങ്ങോട്ട് പോകുന്നു. ഈ സമയത്ത് ഇന്നർ കോർട്ടിൻ്റെ ഫ്രണ്ടിലാകട്ടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു പോർട്ടൽ പോലെ അവിടെ നിന്ന് അറ്റാക്ക്. അതിൽ നിന്ന് അവരെങ്ങനെയൊക്കെ മാറുമ്പോൾ അവിടെ മുഴുവൻ ഫ്രീസായി വരികയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വലിയ വലിയ പാറകളൊക്കെ വന്ന് വീഴാനായിട്ട് തുടങ്ങി. ഒരുത്തൻ ഓടിപ്പോയി അവൻ്റെ മുകളിൽ വീഴാൻ വന്നതും എൽഡർ ക്യുവാൻ വന്ന് അത് തടഞ്ഞു. അവരുടെ ഈ ഫ്രീസ് അതിൽ തൊടാതെ പോകാനായിട്ട് വന്നു. അങ്ങോട്ട് ഇന്നർ കോർട്ടിലെ എൽഡേഴ്സ് എല്ലാവരും എത്തി. അങ്ങനെ നിൽക്കുന്ന ഡീമൺ ക്വസ്റ്റ് ഹാൻ ഫെങ് ഉൾപ്പെടെ ഡീമൺ വാല്യൂ ഉള്ളവർ അവിടെ എത്തുന്നു. എൽഡർ ക്യുവാൻ എന്ത് കാരണത്താലാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡീമൺ ക്വസ്റ്റ്, നിന്നെ ആദ്യം കണ്ടപ്പോൾ ഡൗവായിരുന്നു, ഇപ്പോൾ ഒരു ഡൗ സോങ്ങിലേക്ക് കയറി. എങ്കിലും നീ എന്നെ എതിർക്കാൻ കഴിയുമെന്നാണ് അവൻ വിട്ടേക്ക്. എനിക്ക് സിയോനെ തന്നാൽ മതി, ഇവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പൊയ്ക്കോടാം. എന്നാൽ ഇവിടെ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഡീനായിട്ടുള്ള ബന്ധം അറിയാലോ, അവനെ വിളിക്കുക എന്ന് പറയുകയാണ്. ഡീൻ ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം, ആ ധൈര്യത്തിലല്ലേ ഇവിടെ വന്നത് എന്ന് തിരികെ. അങ്ങനെ അവരുടെ സംസാരം പോകുന്ന ഡീമൺ ക്വസ്റ്റിന് ദേഷ്യം വരാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങോട്ട് സിയോയെത്തി. എന്നെ വിളിച്ചൊന്ന് കേട്ടു. ഫെങ്ങിനപ്പോൾ ഇവനാണ് സിയോയൻ അവരെ കൊന്നത്, അതുപോലെ ബോധയിലേക്കൂട് ഇവൻ്റെ കയ്യിലാണ് എന്നൊക്കെ കൂടി പറയുന്നു. അവരോട് കൂടെ വരാനായിട്ട് പറയുന്നു, ഇല്ലെങ്കിൽ നിന്റെ ഓരോ കൈകാലും ബോൺസെല്ലാം ഒടിച്ച് ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ എൽഡർ ക്യുവാൻ തിരിച്ചു പറയുന്നു. അപ്പോൾ സിയോയൻ, എനിക്കറിയാം എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നതെന്ന്. ആ ബോധയിലേക്കൂട് അതിനു വേണ്ടിയാണ്. അതുപയോഗിച്ച് കുറേ വർഷം കൂടി ജീവിക്കാൻ കഴിയും, സെക്കൻഡ് ലൈഫിന് വേണ്ടി. എന്നാൽ അത് കിട്ടുമെന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ഐസ് പോലെയുള്ള ബാഡ് അത് അവന് നേരെ എറിയുന്നു. അത് ഇഷ്യാൻ തടഞ്ഞു. എങ്കിലും അവനെ തെറിച്ച് പിറകോട്ട് പോയി. ഷിയോനോട് അയാൾ വളരെ സ്ട്രോങ് ആണ്, എന്നെക്കാളും എനിക്ക് എത്ര നേരം കഴിയുമെന്ന് അറിയില്ല. എങ്ങ പ്രായത്തിൽ തന്നെ ഒരു ഡൗ സോങ് അത് കണ്ട് അതിശയമുണ്ട്. അത് പറയുമ്പോൾ അതെന്താ ഡീമൺ ക്വസ്റ്റ്, നിങ്ങൾക്ക് ഒരു ഡൗ സോങ് നിന്നിട്ട് കുറേ നാൾ കൾട്ടിവേഷൻ ചെയ്തിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ആവില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ എന്ന് ഷിയോയൻ ഒന്ന് ഊക്കിയിട്ട് ഹാൻ ഫെങ് അപ്പോൾ എൽഡർ ക്യുവാനെ ഞാൻ നോക്കിക്കോളാം, അവളെ അവനെ നിങ്ങളുടെ കയ്യിൽ തരുന്നു. ഈ സമയത്ത് വുഹോവയ പുജിയൊക്കെ അവിടെ വന്നിരുന്നു. എൽഡർ ക്യുവാനോട് മെങ്ടൈൻഷി ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നർ കോർട്ടിലെ സ്റ്റുഡൻസ് ടീമൺ വാല്യൂ ഉള്ളവർ ഒന്നും ചെയ്യില്ല. എന്നാൽ ഉറപ്പായി സിയോയെ കൊല്ലും എന്ന് പറയുകയാണ്. എൽഡർ ക്യുവാന് സൂക്ഷിക്കാനായിട്ട് പറയുന്നു. ഇന്നർ കോർട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എൽഡേഴ്സിനോട് പറയണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.